സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. ഐ ആം നോട്ട് ലൈങ്. ഈ ചെറിയൊരു ജീവിതം കൊണ്ട് ഒരുപാട് പഠിക്കാൻ കഴിയുന്നതിന് അമ്മ പറയാനും പഠിപ്പിക്കാനും കൂടെ ഉണ്ടായിരുന്നതിന്. ആ അമ്മ കരഞ്ഞാൽ ആകാശത്തിന് നീലിമ ഉണ്ടാവില്ല, പൂക്കൾക്ക് സുഗന്ധമുണ്ടാവില്ല, പ്രകൃതിക്ക് ചലനമുണ്ടാവില്ല, കിളികൾ ചിലക്കില്ല, കുയിലുകൾ കൂവില്ല, ആരണ്യകങ്ങളിൽ അഗ്നി പടരും പോലെ എൻ്റെ അമ്മ. നൃത്തത്തിൻ നിപുണ, യോഗയുടെ ഉപാസക, പപ്പയുടെ വേർപാടോടെ അമ്മ മുദ്രകൾ മനസ്സിൽ ഒളിപ്പിച്ചപ്പോഴും യോഗയുടെ ജൈവോർജം അതിവിശാലമായ ബോധതലത്തിൽ അമ്മയെ കൊണ്ടെത്തിച്ചു. ശാന്തമായ മനസ്സിലെ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയും ചേക്കേറുകയുള്ളൂ. അതോടെ ഭീതിയും ദുഃഖവും അകന്നു പോകുന്നു. അതും എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. നമ്മൾ ഓരോരുത്തരും പല തരത്തിലുള്ള വിശ്വാസികളാണ്. ചിലർ മതവിശ്വാസികൾ, ഏകദൈവവിശ്വാസികൾ, യുക്തിവാദികൾ, അങ്ങനെ വകഭേദങ്ങളുടെ പട്ടിക നീണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ ആരെന്ന തിരിച്ചറിവാണ് ഓരോ മനുഷ്യനും കിട്ടേണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നെവർ ഇഗ്നോർ യുവർ മദർ ഹു ലവ്സ് യു, കെയർസ് ഫോർ യു and misses you. Because one day you might wake up from your sleep and realize that you lost the moon while counting the stars. അതുകൊണ്ട് you laugh with your mother, dream with your mother, see with your mother. എൻ്റെ എല്ലാ കാഴ്ചകളും അമ്മയുടെ കണ്ണുകളിലൂടെയാണ്.
സാവകാശം കണ്ണുകൾ തുറക്കൂ. ഡെയിലി റൂട്ടീൻ പോലെ യോഗയും ശ്വസനക്രിയയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാലേ അതുകൊണ്ട് പ്രയോജനമുണ്ടാവൂ. ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. നമ്മൾ ഇന്ന് നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്കും മനഃശാന്തിയിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയൂ. പിന്നെ മനസ്സെപ്പോഴും ഭൂതകാലത്തെയോ ഭാവി കാലത്തെയോ പറ്റി ചിന്തിക്കാനുള്ള വ്യഗ്രതയിലാണ്. അതിനെ അറ്റ് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത്, അല്ലേ? അതാണ് മെഡിറ്റേഷൻ. മതം എന്നാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട്. ഒരേ ലക്ഷ്യത്തിലെത്താനുള്ള പല വഴികൾ മാത്രമാണ് പല മതങ്ങൾ. എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരു ടീച്ചറായ എന്നെ എൻ്റെ സ്റ്റുഡൻസ് ടീച്ചറേന്ന് വിളിക്കും. എൻ്റെ മോൾ എന്നെ അമ്മേന്ന് വിളിക്കും. എൻ്റെ മാതാപിതാക്കൾ സ്നേഹപൂർവ്വം എന്നെ മോളേന്ന് വിളിക്കും. എന്നേക്കാൾ പ്രായമുള്ളവർ കുഞ്ഞേന്ന് വിളിക്കും. ഈ നിമ്മിയെന്ന് എന്നെ എന്ത് പേരിട്ട് വിളിച്ചാലും ഞാൻ നിമ്മിയല്ലാതാവുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈശ്വര സങ്കല്പവും. വിളിക്കുന്ന ആളുടെ തൃപ്തിക്കനുസരിച്ച് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. കൃഷ്ണ എന്ന് വിളിക്കാം, ക്രിസ്തു എന്ന് വിളിക്കാം, അള്ളാന്ന് വിളിക്കാം. വിളിക്കുന്ന ആളുടെ മേൽവിലാസം വ്യത്യസ്തമാണെങ്കിലും ഇവയെല്ലാം എത്തിച്ചേരുന്നത് ഒരിടത്തേക്കാണല്ലോ, അല്ലേ? ആ, ഉ, ഉം. ഈ 3 ശബ്ദങ്ങളുടെ കോമ്പിനേഷൻസാണ് ഓം. ഈ ശബ്ദങ്ങളെയാണ് എല്ലാ മതവിശ്വാസികളും പരിശുദ്ധമായി കാണുന്നത്. ഉദാഹരണത്തിന്, ഹിന്ദുസത്തിലും ബുദ്ധിസത്തിലും ഉപയോഗിക്കുന്ന ഓം, ക്രിസ്ത്യാനിറ്റിയിൽ ഉപയോഗിക്കുന്ന ആമേൻ, മുസ്ലിംസ് ഉപയോഗിക്കുന്ന ആമീൻ, ജൂതന്മാർ ഉപയോഗിക്കുന്ന ഷാലോം, ഇവയെല്ലാം ഈ ശബ്ദങ്ങളുടെ കോമ്പിനേഷൻസ് ആണ്. ഈ ശബ്ദങ്ങൾ നമുക്ക് മാനസികവും ശാരീരികവുമായ പിരിമുറുക്കത്തെ കുറയ്ക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി നാളെ. നീ എന്താ ഇപ്പോൾ കാറെവിടെ? ബാഡ് ന്യൂസും ഉണ്ട്, ഗുഡ് ന്യൂസും ഉണ്ട്. എല്ലാം പറയാം. ആദ്യം പറയാനുള്ളൊരു എനർജി ഉണ്ടാകട്ടെ. ഈ ബാഗ് ഒന്ന് അകത്തേക്ക് വെക്കോ? ശരി. നീ ഇതിലെ വരുന്നില്ലേ? ഇല്ല, അതിലെ വരാം. എന്തൊരു കണ്ണന്തിരിവായി കാണിക്കുന്നത്? ഒരു പാത്രത്തിലെടുത്ത് കഴിച്ചൂടെ നിനക്ക്? ഊളക്കണ്ണിൻ്റെ ചീരത്തോരൻ്റെ സ്വാദ് മനസ്സിലാക്കണമെങ്കിൽ 8-10 മണിക്ക് വെള്ളം കുടിക്കാണ്ട് ഇതുപോലൊരു പിടി കുടിക്കണം. എന്തിനാണോ 8-10 മണിക്കൂർ പട്ടിണി കിടന്നേ? എൻ്റെ നിമിശേഷി പറയാൻ തുടങ്ങിയ ഒരു വലിയ കഥയാണ്. അതൊക്കെ പോട്ടെ. ഗുഡ് ന്യൂസ് ആണെന്നല്ലേ എന്നോട് പറഞ്ഞേ? എൻ്റെ നിമിശേഷി റോങ് സൈഡിൽ ഒരു മതിൽ കയറി വന്നു. ABS കണ്ടീഷൻ ആയതുകൊണ്ട് വണ്ടിക്കൊന്നും സംഭവിച്ചില്ല. എന്നിട്ട് വണ്ടി എന്തേ? കുഴപ്പമൊന്നുമില്ല, വർക്ക്ഷോപ്പിലാണ്. പക്ഷെ മതിലായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കണം. എന്റെ പഠിച്ചോന്റെ 1 ലക്ഷം രൂപയോ? അപ്പൊ എന്തോ ഒരു ഇടിയാ ഇടിച്ചത്. എന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എന്റെ നിമ്മിമോളെ, ഉള്ളിൽ എന്തെങ്കിലും എനക്കേട് കാണും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. പറഞ്ഞു ഉമ്മ ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അവളുടെ മനസ്സിന്റെ ധൈര്യമല്ലേ ഉമ്മ. എന്നിട്ടേ പോയ കാര്യം എന്തായി? നിന്റെ റിസർച്ചിന്റെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചോ? അതിനു വേണ്ടിയല്ല പോയത്, അപ്പോഴാ ആക്സിഡന്റ് നടന്നത്. ഇനിയിപ്പോ വേറൊരു ദിവസം പോകാം. സർ, ഇന്ത്യയിലെ ബലാത്സംഗം നിയന്ത്രിക്കാൻ ഞാൻ കാണുന്ന ഒരൊറ്റ വഴി ഇത് തന്നെയാണ്: പ്രോസ്റ്റിറ്റ്യൂഷൻ നിയമവിധേയമാക്കുക. Yes, your thought is nice. മനുഷ്യന് സ്വാഭാവികമായ വികാരങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴാണ് അവർ അക്രമങ്ങളിലേക്ക് തിരിയുന്നത്.
ഈ വികാരങ്ങളെ തീർക്കാൻ ഒരിടം ഉണ്ടായിരുന്നെങ്കിൽ കാണുന്ന എല്ലാ പെൺകുട്ടികൾക്കും നേരെ ഒരു പുരുഷന്റെ കൈയും നീളില്ല. ഓക്കെ, നിന്റെ ചിന്തകളൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത് എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. എനിവേ, നീ എന്നാ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്? നെക്സ്റ്റ് മൺഡേ സർ. ഓക്കെ, അപ്പൊ മൺഡേ കാണാം. ശരി. ദാ റബ്ബിഷ് തോട്ടാ നിൻ്റേത്. ഈ രാജ്യത്തിന് മഹത്തായ ഒരു പൈതൃകമുണ്ട്. അതേക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക വേണ്ടത്. കുടിക്കിടി. ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടിയാൽ എല്ലാ മനുഷ്യരും സ്വാത്വികരായി മാറും. എല്ലാവരും സാത്വികരായി മാറിയ ഈ രാജ്യത്ത് പോലീസും പട്ടാളത്തിനൊന്നും ആവശ്യം വരില്ല. നിലവിലുള്ള വ്യവസ്ഥിതി അനുസരിച്ച് മനുഷ്യനെ റീബിൽഡ് ചെയ്യുകയല്ല, മനുഷ്യന് വേണ്ടി വ്യവസ്ഥിതി പുതുക്കി പണിയുക ചെയ്യേണ്ടത്. എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം നന്നായ മതി. പഴയ അംബാസഡർ 2 പ്രീമിയർ പപ്പിലി. പപ്പിലിയെ കഴുകുന്ന സുഖമൊന്നും വേറെ തന്നെയാ. എൻ്റെ അമ്മോ, പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. ഇതൊക്കെ എന്തിന് വെറും പാട്ടക്കഷണങ്ങൾ. അതൊക്കെ പഴയ കാലം. ആ കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞെ, തൻ്റെ ആ കാണുന്ന താമരക്കുളം ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, 60 കോൽ താഴ്ചയുള്ള ഒരു കിണറായിരുന്നു. എത്ര വേനലായാലും അതിനകത്ത് നെല്ലിപ്പല കാണത്തില്ല. ഓ, ആ വെള്ളം കപ്പിയും കൊണ്ട് കോരി 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 വണ്ടി കഴുകാൻ എത്ര സുഖമായിരുന്നെന്നു. ആ, അതൊക്കെ പഴയ കാലം. ഇതല്ല കുഞ്ഞെ ഒരു മൂശേട്ട മണം. ക്ലോറിൻ. ആരാ? ക്ലോറിൻ. ആ, പഴയ കാലത്ത് ഇത്രയും നീളം ഒരു നെല്ലിക്കം വിട്ടാൽ മതിയായിരുന്നു. ആ വെള്ളത്തിന് എന്തോ കുളിർമയായിരുന്നെന്നറിയാമോ? അതൊക്കെ പോട്ടെ, എന്തായി തോമച്ചന്റെ കല്യാണക്കാര്യം? ദാ വരുന്നു. ഒന്ന് വേഗം തുറക്കടാ. വാ വാ, അടുക്കി വെച്ചോ. ഹന്ന, ഞാൻ വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നോ? ഓക്കെ, അതാണ് തോമച്ചായൻ. തോമച്ചായന്നിട്ടൊരു പണി കൊടുക്കണം. അതെന്ത് പണി? നീ എന്റെ കൂടെ എന്നാ മതി. വാ, പ്ലീസ് വാ. തോമച്ചായോ, നമുക്ക് ഇവിടെ ഒന്ന് ആലോചിച്ചാലോ? ഞാൻ റെഡിയാ. പക്ഷേ തോമച്ചാൻ എന്നെ ഇഷ്ടാവോടി? ഇവൾക്ക് ഇഷ്ടാന്നേ. പഴയ കാലമൊന്നും അല്ല. ഈ കൊച്ചിന് ഉണ്ണാനും കൊടുക്കാനും വല്ലതും ഉണ്ടോ? അന്നെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ വയസ്സിന് മൂത്തവരെ കളിയാക്കരുതെന്ന്? ഹേമന്ത് ഇപ്പൊ എവിടെയാ? ഓ, അവനോടായിപ്പ ഞാൻ വിട്ടു. കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ ഒരുമിച്ച് കണ്ടത്? നീ ഇനി ഇതാരോടും പറയാൻ നിൽക്കണ്ട. ചിപ്പിയുടെ പപ്പ ഉണ്ടാക്കിയ വൈന നിമേച്ചിക്ക് ഒരെണ്ണോടിക്കട്ടെ. ചുട്ട പെട വെച്ച് തരും. എൻ്റെ മുന്നിൽ വെച്ച് കഴിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഈ തോന്നിയത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. പുറത്തെങ്ങാനും വെച്ച് ഈ വൃത്തികേട് കാണിച്ചു എന്ന് ഞാൻ അറിഞ്ഞ. ഇതിപ്പോ ചിപ്പി കൊണ്ടുവന്നോണ്ടല്ലേ? അതുകൊണ്ടാ പോട്ടേന്ന് വെച്ച്. തലയ്ക്ക് പിടിക്കത്തില്ലല്ലോ, ഇത് വെറും വൈനാ. അപ്പോ വൈന് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ? ഉവ്വ് നോക്ക്, നിന്റെ അപ്പച്ചനും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നേ. മദ്യം ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതാന്ന്. വേളാങ്കണ്ണിയിലേക്ക് പോയപ്പോൾ അപ്പച്ചൻ പതിവിന് കൂടുതൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവറെ നിർബന്ധിച്ച് മാറ്റി ഡ്രൈവ് ചെയ്തത്. സാഡാവണ്ട.
ഞാൻ തുറക്കാം. ശരി. നിമ്മി ജോർജ്. അതെ. ഓമൊക്കെ കേട്ടുകൊണ്ട്. ഓ മേഡം പിന്നെ ഈ ജീവനകലയുടെ ഒക്കെ ആളാണല്ലോ. മനസ്സിലായില്ല. സോറി, ഞാൻ ബോബി. അകത്തേക്ക് വരൂ. സ്കൂൾ അഡ്മിഷനോ അതോ യോഗ പഠിക്കാനോ? സംഭവം അഡ്മിഷനാണ്. സിറ്റ് കംഫർട്ടബിളി. മേഡം ക്രിസ്മസിലല്ലേ വിശ്വസിക്കുന്നത്? നന്മയും സ്നേഹവും കാട്ടിത്തരുന്ന എല്ലാവരെയും ഞാൻ വിശ്വസിക്കുന്നു. മേഡത്തിന് സ്കൂളിനെ പറ്റി പുറത്തുള്ള അഭിപ്രായം കേട്ടോ. യെസ്, സ്കൂൾ വിത്തൗട്ട് വാനിറ്റി വാല്യൂസ്. പൊങ്ങച്ചങ്ങളില്ലാതെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സാധാരണക്കാർക്കുള്ള CBSE സ്കൂൾ. അറിയാം മേഡം. ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. കോട്ടയത്തിനടുത്ത് ദേവലോകമാണ് സ്ഥലം. അപ്പച്ചൻ പൊളിറ്റീഷ്യനാണ്, സ്കറിയ. പുതുപ്പള്ളിയിലും കോട്ടയത്തൊക്കെ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നു. ബോബിക്ക് എന്നെ കൊണ്ട് എന്താ വേണ്ടേ? യെസ് യെസ്, എനിക്കും സ്ട്രേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടം. പറഞ്ഞോളൂ. അത് മേഡം, എനിക്ക് അന്നെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മേഡം, ഞാൻ പറഞ്ഞത് ബോബിക്ക് എത്ര കാലമായി ഹന്നെ അറിയാം? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കോളേജിൽ സീനിയറായിരുന്നു. ഒരു 7 വർഷമായിട്ട് അറിയാം. മാം ഒന്നും പറഞ്ഞില്ല. ഒരു പ്രായത്തിൽ തോന്നുന്ന ഫാസിനേഷനപ്പുറം സ്ട്രെങ്ത് ഉണ്ടോ ബോബിയുടെ ഈ ഡിസിഷന്? യെസ് മാം, എൻ്റെ മനസ്സിലുള്ളത് സത്യമാണ്. സത്യമായിട്ടും അവൻ്റെ മനസ്സിൽ ഇങ്ങനൊരു മോഹം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ ബോബിയെ വിളിച്ച് പറഞ്ഞേക്കട്ടെ നിനക്ക് സമ്മതമല്ലെന്ന്. നിമ്മി ചേച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ വിളിച്ച് പറഞ്ഞോളൂ. സത്യമായിട്ട് നിനക്ക് അവനെ ഇഷ്ടമല്ലേ? 6-7 വർഷമായിട്ട് അവനെൻ്റെ നല്ല ഫ്രണ്ടാണ്. പക്ഷെ അതിനപ്പുറം റിലേഷൻഷിപ്പ് യു ഷുഡ് ഗിവ് മീ സം ടൈം. ബോബി നിർത്ത്. എന്താ? നീ എന്താന്ന് വെച്ചൊന്ന് പറ. ദിസ് ഇസ് ടു മച്ച് ബോബി. എത്ര വർഷമായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടിയിരുന്നത്? എന്തിനാ നിമ്മി ചേച്ചി പോയി കണ്ടേ? കൂൾ. എന്റെ തൊലി ഉരിഞ്ഞു പോയി. എടാ, ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? ഈ ലവ് എന്ന് പറയുന്നത് അത്ര തൊലി ഉരിയേണ്ട കാര്യമൊന്നുമല്ല. നിനക്കില്ലായിരിക്കാം, എനിക്കാണ്. ഓ എന്നാ സോറി. നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നിമ്മിയേച്ചാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഡയറക്റ്റ് കയറി ഹിറ്റ് ചെയ്തത്. എടോ, എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് അതാണ്. എൻ്റെ ലൈഫ് പാർട്ണറും അങ്ങനെ ആയിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഇഫ് യു ഡു നോട്ട് തിങ്ക് സോ, വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്? താൻ വരുന്നുണ്ടോ? ഒന്ന് നിക്കടാ, ഇങ്ങനെ ഡെസ്പാകാതെ പടി. നമ്മ നല്ല ഫ്രണ്ട്സ് അല്ലേ? സത്യം പറഞ്ഞ ഇന്ന് രാത്രി കുറച്ചേരം ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി എൻ്റെ സങ്കല്പത്തിലെ പുരുഷന് നിന്റെ ചായ ഉണ്ടെന്ന്. Dear students, yesterday we started the topic acids, base, salt. Do you remember?
Acid means what? Tell me. Anyone? What is the definition of acid? Can anybody tell? Nobody. ആരും ഒന്നും വായിച്ചില്ലേ? ഇന്നലെ എത്ര തവണ ഞാൻ പറഞ്ഞതാണ് ഒരു 2-3 പ്രാവശ്യമെങ്കിലും വായിക്കണമെന്ന്. എന്താ Okay, okay. I'll explain once more. എന്താ ടീച്ചറെ കാര്യം? ടീച്ചർ ഇവൻ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല. ഇന്നല്ല എന്നും. ആണോ? എന്താ മോൻ്റെ പേര്? ഹാഷിം. ഇവന്റെ സ്വഭാവം മറ്റു കുട്ടികളുടെ പഠിത്തത്തെയും ബാധിക്കുന്നു. ഒന്നിൽ ഉറക്കം, അല്ലെങ്കിൽ കലപില സംസാരം. ടീച്ചർ ക്ലാസ് എടുത്തോളൂ. ഹാഷിം ഒരു കാര്യം ചെയ്യാം, എൻ്റെ റൂമിലേക്ക് വാ കേട്ടോ. I'll explain about acids. Once again, you listen. Definition of acid. Any substance which when dissolved into the water produces hydrogen ions. ഹാഷിം എന്താ ഹോംവർക്ക് ചെയ്യാത്തെ? അത് പറഞ്ഞോ, ഞാൻ വഴക്കൊന്നും പറയില്ല. വെളുപ്പിനും അടുത്ത വീട്ടിൽ പണിക്ക് പോകും. പിന്നെ ഞാനും ചേച്ചിയും കൂടെയാ. വീട്ടുപണിയൊക്കെ അറിയോ? അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ പിന്നെ എന്താ പണി? ഹോംവർക്കൊക്കെ ചെയ്തൂടെ? രാത്രി എനിക്ക് പറ്റത്തില്ല ടീച്ചർ. ബുക്കിൽ നോക്കിയാൽ ഒന്നും തെളിഞ്ഞു കാണില്ല. നീ ഇതെന്താ ആരോടും പറയാതിരുന്നേ? അച്ഛനെന്താ ജോലി? വാപ്പ ആട്ടോ ഓടിക്കുക. പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചാലല്ലേ വാപ്പയ്ക്കും ഉമ്മയ്ക്ക് സഹായമാവും. നമുക്ക് കണ്ണിൻ്റെ മങ്ങലൊക്കെ മാറ്റാനേ. വാപ്പയോട് ടീച്ചറെ വന്നൊന്ന് കാണാൻ പറയാം. ഇപ്പം അവൻ ക്ലാസ്സിൽ പോക്കോ. എന്റെ തോമ്മച്ച കലത്തി ചോറ് കിടപ്പുണ്ട്. ചോറ് ഓടിപ്പോത്തൊന്നുമില്ല, പതുക്കെ കഴിച്ചാൽ മതി. പഴയ കാലമല്ല, ഇപ്പൊ തീരെ വിശപ്പില്ല. തോമാച്ചാൻ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. അതെ, ഹന്നമോളുടെ കല്യാണം. തോമാച്ചായൻ വരണം. വരുമ്പോ ഇതിട്ടോണ്ട് വേണം വരാൻ. കൈ കഴുകിയിട്ട് വാ. വേണ്ട, ഇങ്ങോട്ട് തന്നേരു കുഞ്ഞെ, ഞാൻ കൈ കഴുകിക്കോളാം. ചെല്ലേ. പുതിയ കുപ്പായം ഇട്ടാല് മേലൊക്കെ ചൊറിയും. ഇതൊന്ന് തല്ലി പിഴിഞ്ഞു വേണം ഇടാല്. ആയിക്കോട്ടെ, ഞാൻ വരും. ശരി ശരി. എന്റെ ജോർജറ്റായന്റെ മോടെ കല്യാണമാ, ഞാൻ വരും. ആ ആ ഇത് കഴിക്കുന്നില്ലേ? മതി, എനിക്ക് നിറഞ്ഞു. ഇവിടെ എങ്ങനെ കിടക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. എത്ര വീടാ കയറി ഇറങ്ങുന്നേ. പാവം.
ഇനി ചോറ് വേണ്ട നബീസുമ്മ ആ ബാഗ് ഒന്ന് എടുത്തേ. ദേ എടുക്കാം. ബാഗൊന്ന് തുറന്നേ. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി മോളെ. ആ നിമ്മി ചേച്ചിയോ? ഞാനിപ്പോൾ വർഗീസിനോട് പറയായിരുന്നു, നിമ്മി ചേച്ചി ഇപ്പം ചെയ്തതാണ് ശരിക്കും എല്ലാവരും ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഇത്രയും വലിയ ഷോ കാണിച്ചിട്ട് എന്താ കാര്യം? കേട്ടോ നിമ്മി, നിങ്ങളെ ചേച്ചിന്ന് വിളിക്കുമ്പോൾ എനിക്ക് ശരിക്കും അസൂയ. അതിനെ മനസ്സ് നന്നാവണം അല്ലേ? 35 വർഷമായി ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് ഇതുവരെ ഒരുത്തനും എന്നെ ചേട്ടാന്ന് വിളിച്ചിട്ടില്ല. US-ലുള്ള അനീതി ചേച്ചിന്ന് വിളിക്കുന്ന കേട്ടാ മോള് നിമ്മിയേച്ചിന്ന് വിളിച്ചു തുടങ്ങി. അത് നാട്ടുകാരങ്ങ് ഏറ്റെടുത്തു. അല്ലാതെ എന്താ ഇത്? അടുത്ത മാസം വരെയുള്ള ഫുഡ് ഡൊണേഷൻ്റെ പണമാ. അതൊക്കെ ഈ തിരക്കിനിടയിൽ വെച്ച് വേണമായിരുന്നോ? സൗകര്യം പോലെ ഞാൻ വന്ന് വാങ്ങൂലേ? അത് സാരമില്ല അച്ഛോ. ആ ശരി. ആ നിമ്മിയച്ചേ, നിമ്മിയച്ചൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേർന്നാൽ കൊള്ളാമെന്ന് നമ്മളെ മേടയിലെ അവറാച്ചൻ പറഞ്ഞു. ഞാനൊന്ന് വിളിക്കാൻ പറയട്ടെ? അവറാച്ചൻ എവിടെ സമയം? മുൻകൈ എടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? കല്യാണം കൂടാൻ വന്നിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അന്തേവാസികൾക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ മാത്രം തരം താണിട്ടില്ലെന്ന് പറഞ്ഞ ആളാ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പങ്കാളി. അച്ചോ, ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും പണവും പത്രാസൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചല്ലോ. ഓരോരുത്തർക്കും ഓരോ സന്തോഷം. നിമ്മിയച്ചയ്ക്ക് ഇതാ സന്തോഷം. എന്നാച്ചാ ഞാൻ കൊണ്ടിറങ്ങട്ടെ. ആ ഞാനും മേടയിൽ വിട്ട്. ശരി. ശരി. അങ്ങനെ തോന്നുന്നു. അമേരിക്ക പോയ കൊള്ളാന്നുണ്ട്. അമേരിക്കയിൽ എന്തിനാ പോകുന്നത്? അതൊരു പിടിച്ചിരിക്കുന്ന ക്ഷമയുണ്ടോ? അതെ, നാളെ രാവിലെ ബോബിയുടെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബോബി വാ, നമുക്കിനി ഇരിക്കാം. വാ. നമുക്ക് അമേരിക്കയിൽ പോണ്ടേ? വേണ്ട വേണ്ട. എന്താണോ എത്ര ലേറ്റ് ആയത്? രാവിലെ പോലും ഞങ്ങൾ നോക്കിയിരിക്കില്ലായിരുന്നോ? എന്നാ പറ്റി? എന്റെ പൊന്നപ്പാ, നിമ്മിയച്ചോട് യാത്ര പറഞ്ഞു വന്നപ്പോ ഇത്ര നേരമായി. നീ എന്തിനു പിച്ചുന്നേ? ഉള്ള കാര്യമില്ലേ പറഞ്ഞു? വാ മോളെ, അതൊന്നും സാരമില്ല. ബിഷപ്പായി കാണാം. ആദ്യം ചോറ് കഴിക്കാം, പിന്നെ ആട്ടുകുശലം. വാ മോളെ. എന്നുണ്ട് മോളെ? നിമേച്ചി സുഖല്ലേ? സുഖാണ്. അപ്പൊ എന്താ നിന്റെ പരിപാടി? നാളെ കഴിഞ്ഞ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച കമ്പനി ജോയിൻ ചെയ്യണ്ടല്ലേ? അതെന്നാ പണിയാടാ നീ ചെയ്യുന്നേ? നിങ്ങൾ പോയാൽ പിന്നെ ഇനി എപ്പോഴാ തിരിച്ചു വരുന്നേ? ഈ കൊച്ചിനോട് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു പോലും ഇല്ല. അതിനെന്നാ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ എന്റെ പൊന്ന് ആലീസേ. പോടാ അവിടുന്ന്. അപ്പോഴേ പോയി ഫ്രഷ് ആയിട്ട് വാ. മോള്
എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ബോബി. നിമ്മി ചേച്ചിയെ കാണണം. നീ ഇങ്ങനെ ചളിഷാവാതെ കിടന്നുറങ്ങാൻ നോക്കി. നിങ്ങളെന്താ ഈ വെളുപ്പം കാലത്ത്? രാത്രി മുഴുവൻ എനിക്ക് സൗകര്യം തന്നിട്ടില്ല. നിമ്മിയച്ച കാണുമെന്ന് പറഞ്ഞത് കരയുമായിരുന്നു ഇള്ള കുഞ്ഞ്. എന്നെ കാണാതെ നീ കഴിഞ്ഞിട്ടുള്ളതാണല്ലോ, പിന്നെന്താ? ഇന്നലെ എന്തോ എനിക്ക് തോന്നി നിമ്മി ചേച്ചി ഒരുപാട് അകലെയാണെന്ന്. ഒരുപോലെ കണ്ണടയ്ക്കാത്തോണ്ടേ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോയി ചാച്ചട്ടെ. ബോബി, ജോയിൻ ചെയ്യുന്നതുവരെ നമുക്ക് ഇവിടെ കൂടിയാലോ? ഓക്കെ. അപ്പൊ ഹണിമൂൺ വേണോ? എന്താ കന്നെ ഇത്? എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ എന്തിനാ ഹണിമൂൺ മാറ്റി വെക്കുന്നേ? എങ്കിൽ പിന്നെ നിമ്മേച്ചി ഞങ്ങളുടെ കൂടെ വാ. ഞാനോ? വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ഹണിമൂണിന് കൂട്ടുവാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരു അമ്മായിയമ്മ അത് നിമ്മിയേച്ചി. അല്ല, ആരൊക്കെ ഈ വന്നിരിക്കുന്നേ? ഞാൻ ബോബി, ഇതെന്റെ വൈഫ് ഹന്ന ബോബി. ഞാനൊരു കുറ്റം പറഞ്ഞേക്കാം. ഉമ്മ, എനിക്ക് കടുപ്പത്തിലൊരു ചായ. ഇപ്പൊ തരാം. 2 ദിവസം ഇവരോട് കാണും കേട്ടോ. അപ്പൊ പിന്നെ തറവാട്ടി പോകുന്നില്ലേ? നിങ്ങൾ തറവാട്ടി പോകായിരുന്നതാണോ? എങ്കിൽ നോ പ്രോബ്ലം, നമുക്കും കൂടെ പോവാം. നിമ്മേച്ചിക്ക് അവിടുത്തെ കാര്യങ്ങളും നടക്കും, നമ്മുടെ ഹണിമൂണും. അപ്പൊ എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് പോയച്ചും വരാം. എന്തായാലും ഇരിക്കേ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. സുഖാണോ ചന്ദ്ര? ഇവ കൊള്ളാലോ. ഏതാ മോഡല്? 84. ഇതേ അച്ചായൻ്റെ ജീവനാ. ഇവനിപ്പോഴും കണ്ടീഷനാണോ? പിന്നെ ഇവനെ നോക്കലല്ലേ എൻ്റെ പണി. ചേട്ടാ ചാവി തന്നെ.
ഞാനും കൂടി വരാം. ഇല്ല സൂക്ഷിച്ച് ഒരു കുഴപ്പമില്ല. മതി മതി മതി. ചേർത്തെടുക്കല്ലേ. ഹായ്, വരുന്നോ? ബോബിയുടെ US-നൊരു കോൾ അറ്റൻഡ് ചെയ്യാം. എന്താ നിന്റെ മുഖത്തൊരു വാട്ടം? ഞാൻ എറണാകുളത്ത് പോകണോ? നോക്ക്, ബോബി എവിടെയാണോ അവിടെയാണ് നീയും വേണ്ടേ. അല്ലാതെ എല്ലാവരും ഈ ലോകത്ത് തനിച്ചാണ്. ഞാനും നീയും ബോബിയും ഒക്കെ. ജീവിതത്തിൻ്റെ തുരുത്തുകളിൽ ഒറ്റയ്ക്കാണ് നാം എല്ലാവരും. വി ആർ ദ വിസിറ്റേഴ്സ് ഓഫ് ദിസ് പ്ലാനറ്റ്. നമ്മൾ ഈ ഭൂമിയിൽ കുറച്ചു കാലമേ ഉള്ളൂ. ഉള്ള കാലം സന്തോഷമായി ജീവിക്കുക, അത്ര തന്നെ. ഞാൻ ബോബിയെ വിളിക്കാം. ഞാനും കൂടി എറണാകുളത്തേക്ക് വരാം. വന്നോ? ഒരെണ്ണം പിടിപ്പിക്കുന്നോ? അത് വേണോടാ. ഞാൻ ഇതൊരു വൈൻ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റും കൂടി അറിഞ്ഞിരിക്കണ്ടേ? എന്നിട്ട് വേണം സൽഗുണ സമ്പന്നനായ മരുമോൻ മോളെ ചീത്തയാക്കിയെന്ന് നിമ്മിയേച്ചി പറയാം. വൈൻ കുടിക്കുന്നത് പോലും നിമ്മിയേച്ചിക്ക് ടെൻഷനാണ്. എന്നാലും നീ പറഞ്ഞല്ലേ, ഒന്ന് നോക്കാം. കുടിക്കല്ലേ? ഇതെങ്ങനെ കുടിച്ചിറക്കുന്നത്? കൊണ്ടാ കാണിച്ചു തരാം. വേണ്ട, ഞാൻ കുടിച്ചോളാം. വൈൻ മാത്രമേ കുടിച്ചിട്ടുള്ളല്ലേ? കൊണ്ടാ. ആ ബോബി, ശ്വസനക്രിയ ഒരു ശീലമാക്കിയ ശരീരം പ്രകൃതിയുമായി സമ്പർക്കത്തിലാവും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഇവളോട് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഇവിടെ എന്ത് രസമാടും, തടവാടും പുഴയും. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നുമില്ല വേറെ എവിടെയും പോയി ഇത്രയും ഒരു ഫീലൊക്കെ കിട്ടും. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എങ്ങനെ? പിന്നെ താവന്നെ ചെറുപ്പം കാണുന്നുണ്ട്. നിമിച്ചയുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും തീരില്ല കേട്ടോ. ലോകത്ത് എവിടെ പോയാലും ഇതുപോലെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു.
എന്താണ് പരിപാടി? വന്നപ്പോൾ തൊട്ട് കണക്ക് നോട്ടാണല്ലോ. മൂന്നാർ എസ്റ്റേറ്റിലെ കണക്ക് മൊത്തം പെൻഡിങ്ങാണ്. മാനേജറാണ് ലീവിലും. ഹന്ന ഇവിടെ? അയ്യോ, അയാൾ ഓട്ടിരുന്ന് എഴുത്തോട് എഴുത്താ. ചെറുകഥയാണെന്നാ പറഞ്ഞത്. വെളുപ്പിനെ തിരിക്കണം. എനിക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതാണ്. നിങ്ങൾക്ക് ഈവനിങ്ങിന് മുന്നേ കാക്കനാട് എത്തണ്ടേ? നിമ്മേച്ചിക്ക് ഞങ്ങളിവിടെ എറണാകുളത്തേക്ക് ഒന്നൂടെ? എന്താ ഭൂപി ഇത്? കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ? പോയി കിടക്ക. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് മോർണിംഗ്. ആ ഹാഷിം വാ. വാ. ഇരിക്കും. എങ്ങനെയുണ്ട് ഹാഷിമേ? കണ്ണിൻ്റെ മങ്ങലൊക്കെ മാറിയില്ലേ? മാറി. എങ്ങനെ പറയണമെന്നറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. എന്താ ഇത്? എൻ്റെ മോനായാലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ? അങ്ങനെ കണ്ടാൽ മതി. ഞങ്ങളുടെ സന്തോഷത്തിന് ചേച്ചിക്കൂടെ കൊടുക്കണം കേട്ടോ. പിന്നെ ഹോംവർക്കൊക്കെ ചെയ്യണം. എല്ലാ ദിവസവും സ്കൂളിലും വരണം. ഓക്കെ മിസ്. എന്നാ പൊക്കോളൂ. അവിടെ ഇട്ടേരെ. തോമച്ചേ, വണ്ടി സർവീസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് കഴിയാൽ മതി. കഴിച്ചിട്ട് പോ തോമച്ചേ. വരുമ്പോഴൊക്കെ ചോദിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങ് മറന്നു പോവും. മിന്നുകെട്ട് കഴിഞ്ഞ് പോയേ പിന്നെ ആ അന്നക്കൊച്ചിനെ കണ്ടിട്ടേ ഇല്ല. നന്നായിരിക്കുന്നല്ലോ കുഞ്ഞെ. അവർ കൊച്ചിയിലല്ലേ തോമച്ചയ? ബോബിക്ക് ലീവില്ല. ഇങ്ങോട്ട് വന്നിട്ടും കുറേ നാളായി. കർത്താവ് നല്ലതേ വരുത്തൂ കുഞ്ഞെ. തോമച്ചേനോട് ഞാൻ എത്ര കാലമായി പറയുന്നു ഇവിടെ അങ്ങ് കൂടിക്കോളാൻ. ചുമ്മാ സഞ്ചിയും തൂക്കി കറങ്ങി തിരിഞ്ഞ് നടക്കുക. ഇതാ കുഞ്ഞെ സുഖം. ചാകാൻ നേരത്തും സെമിത്തേരി കിടന്ന് ചാകണമെന്നാ. മറിച്ചിട്ട് മൂടിയാ മതിയല്ലോ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ. ഓട്ടെ കുഞ്ഞെ.
സിസ്റ്റർ എന്തായി? ഇരിക്കിപ്പോൾ വിളിക്കാം. ബോബി, എൻ്റെ കാര്യങ്ങളാണെന്ന് എന്നോട് എന്താ പറയാതിരുന്നേ? ഒരു സംശയമുള്ളായിരുന്നു, കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. സാരില്ല, വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. ഇവിടെയാണോ? എക്സ്ക്യൂസ് മീ മാം. യെസ്, കം ഇൻ. ഇരിക്കൂ. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീ ഈസ് ഓൾ റൈറ്റ് നൗ. ഈവനിങ് ഡിസ്ചാർജ് ചെയ്യാം. ഞാൻ ഹന്നയുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കുമായിരുന്നു. യൂട്രസ് ഓവറി ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ആൻഡ് ഇറ്റ്സ് എ സീരിയസ് വൺ. ഇറ്റ്സ് ബെറ്റർ ടു കൺസൾട്ട് ആൻ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റോ? യെസ്. ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിക്കാൻ വൈഫിൻ്റെ യൂട്രസ് ഹെൽത്തി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ വേർഡ് ഒരു ലാസ്റ്റ് ഒപ്പീനിയനായിട്ട് കൺസിഡർ ചെയ്യേണ്ട. നമ്മുടെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഇപ്പോൾ US-ലാണ്. ഹീൽ കം ഓൺ 12th. You discuss with him. നിമേച്ചി പഴയകാലം തോമയാ? എനിക്ക് ഈ ആയുസ് മുഴുവൻ ജീവിച്ച് തീർക്കാനുള്ളത് ഈ സഞ്ചിയിലുണ്ട്. ഇത് മാത്രം മതി എനിക്ക്. നീ എന്തിനാ ഇങ്ങനെ ഡെസ്പാവുന്നേ? ഡോക്ടർ സംശയം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നിമേച്ചി, ഡോക്ടറാണ് ഈ നാട്ടിലെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അവരുടെ ഫൈൻഡിങ്സ് തെറ്റാറില്ല ചേച്ചി. ഞാൻ അമ്മയാകാൻ കഴിവില്ലാത്തവളാണെന്ന്. തളർന്നിരിക്കേണ്ട സമയമല്ല ഇത്. ബി ബോൾഡ്. അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് തീരുമാനിക്കുക വേണ്ടേ? അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്. നാളെ എന്തായാലും ഡോക്ടർ റോയിയെ കാണുന്നുണ്ടല്ലോ. യെസ്, ഡോക്ടർ ആൻ സക്കറിയുടെ ഫൈൻഡിങ്സ് കറക്റ്റാണ്. 10-15 വർഷങ്ങൾ നീണ്ട ട്രീറ്റ്മെൻറ്റിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാവുന്നവരുണ്ട്. സ്ത്രീക്കോ പുരുഷനോ അല്ലെങ്കിൽ ഇരുവർക്കും ഉണ്ടാവുന്ന ചില ഡിഫക്റ്റുകളായിരിക്കും ഇതിൻ്റെ പിന്നിൽ. ഇവിടെ അത്തരമൊരു പ്രശ്നമല്ല. പ്രശ്നം യൂട്രസിൻ്റെതാണ്. പ്രഗ്നൻസിക്ക് 1% പോലും ചാൻസ് ഇല്ല. മാരേജ് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞല്ലോ. 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക,
സ്വന്തം രക്തത്തിൽ തന്നെ വേണം നിർബന്ധമാണെങ്കിൽ ഒരു ഗർഭപാത്രം ഹയർ ചെയ്യുക. വി വിൽ ഗോ ഫോർ എ സറോഗേഷൻ. ഇറ്റ്സ് വെരി കോമൺ. പണത്തിന് വേണ്ടി ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. റിലേറ്റീവ്സിന് മാത്രമേ സറോഗേഷൻ പാടുള്ളൂ. പക്ഷേ അതെന്റെ കുഞ്ഞാമോ ഡോക്ടർ? എന്താ സംശയം? കുഞ്ഞു ബോബിയുടെയും ഹന്നയുടെയും തന്നെ ആയിരിക്കും. ഒരു മനുഷ്യരൂപം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു യൂട്രസിൽ വളർത്തുന്നു എന്നേ ഉള്ളൂ. പുറത്തെവിടെങ്കിലും പോയി ചികിത്സിച്ചാലോ ഡോക്ടർ? ആസ് യു വിഷ്. വർഷങ്ങളോളം ഫലം ലഭിക്കാതെ വീണ്ടും എന്നെ തേടി വന്നവരുണ്ട്. അപ്പോൾ അവരുടെ പ്രായവും ആരോഗ്യവും കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണോ? എനിവേ, നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ഓക്കെ? എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കുക. നിങ്ങളിങ്ങനെ തകർന്നിരുന്ന എങ്ങനെയാ? ഒന്നും സംഭവിച്ചിട്ടില്ലെന്നങ്ങ് വിചാരിക്കുക. ജീവിതം ഒരുപാട് മുൻപിൽ കിടക്കുക. ബോബിയുടെ ജോലി, നിന്റെ കരിയർ, അങ്ങനെ എന്തെല്ലാം. ബി പോസിറ്റീവ്. ബോബി പറഞ്ഞു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാമെന്ന്. അത് വേണ്ട. സരോഗേഷൻ തന്നെ നോക്കാം. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? ഇനിയിപ്പോ എന്നാ പറയാനാ മോനെ? മറ്റൊരു സ്ത്രീ പ്രസവിക്കുക, നിങ്ങൾ വളർത്തുക എന്നൊക്കെ പറയുമ്പം നാട്ടുകാർ എന്നതാ വിചാരിക്കുന്നേ? ഈ കുടുംബത്തിൽ അനന്തരാവകാശികൾ വേണം. അതാ ഞങ്ങളുടെ ആഗ്രഹം. ബന്ധുക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും? മമ്മി ഒന്ന് ചുമ്മാ ഇരുന്നേ. ബന്ധുക്കൾ, എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ മതി. എടാ, നീ എന്ത് തീരുമാനിക്കുന്നോ അപ്പം നിന്റെ കൂടെ ഉണ്ട്. അതുപോലെ ഹന്നയുടെ സംശയം ന്യായമാണ്. സറോഗേറ്റ് ചെയ്യുന്ന സ്ത്രീക്ക് വയറ്റിലുള്ള കുഞ്ഞിനോട് ഒരു അമ്മയുടെ ആത്മാർത്ഥമൊന്നും കാണില്ല. അവർ ഈ കാശിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കുഞ്ഞിനെ കൈമാറുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാകുമല്ലോ. അതല്ല ഡോക്ടർ, ഒരു കുഞ്ഞിൻ്റെ വില എന്താണെന്ന് ഞാൻ ഏറ്റവും അധികം മനസ്സിലാക്കിയ നാളുകളാണ്. ആ കെയർ ഗർഭപാത്രത്തിലേ തുടങ്ങണം. വാക്കുകളിൽ എവിടെയോ ഒക്കെ ഒരു ലിറ്ററേച്ചർ ടച്ച്. ഇടയ്ക്ക് കുറച്ച് കുത്തിക്കുറിപ്പൊക്കെ ഉണ്ട്. നൈസ്. ഐ ക്യാൻ ടെൽ യു വൺ തിങ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലൊരു പ്രഗ്നൻസി പീരീഡ് ബേബിക്ക് ലഭിക്കണമെങ്കിൽ സറോഗേറ്റ് ചെയ്യുന്ന ആൾ അത്ര അടുപ്പമുള്ള ആരെങ്കിലും ആവണം. മിസ്സിസ് ജോർജ്, വൈ കാൻ't യു? ഞാനോ? യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കുഞ്ഞിനെ പ്രസവിച്ചൂടാ? ഹന്നയുടെ കാര്യത്തിൽ ഇതിലും നല്ലൊരു തീരുമാനമുണ്ടോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ.
അല്ലേ? നമുക്കൊന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എന്താ രണ്ടുപേരും കൂടി? എന്താ? ഞാൻ അമ്മയാണത് നിമേച്ചിക്ക് ഇഷ്ടല്ലേ? സരോഗേഷിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊന്ന് ആലോചിക്കട്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ആലോചിക്കാനൊന്നുമില്ല. ഇതൊരു മകളുടെ ഭാഗ്യമല്ലേ അമ്മാവർക്ക് വേണ്ടി ക്യാരി ചെയ്യാന്നുള്ളത്. അറിയാഞ്ഞിട്ടല്ല, മകൾക്ക് വേണ്ടി അമ്മയ്ക്ക് ഏതറ്റം വരെയും പോവാം. പക്ഷേ ഒരു പക്ഷേയില്ല. എനിക്കും ബോബിക്കും ഒരു കുഞ്ഞ് പിറക്കാണെങ്കിൽ ആ നിമിഷയുടെ വയറ്റിൽ തന്നെ ആകണം. അതാണ് ഞങ്ങളുടെ തീരുമാനം. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. നിമേച്ചി, നിമേച്ചി എന്ത് പറ്റി? എന്ത് പറ്റി? വന്നേ, വാ ഇവിടെ ഇരി. എന്താ എന്തു പറ്റി? എന്താ തല ചുറ്റുന്ന പോലെ. സാരമില്ല, നിങ്ങൾ കൊച്ചിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, ചെല്ല്. അല്ല നിമേച്ചി ഇങ്ങനെ വയ്യാതിരിക്കാന്ന് ഞങ്ങളെങ്ങനെ പോകുന്നത്? ഞങ്ങൾ പോകുന്നില്ല. എനിക്ക് വേണ്ടി ഉള്ള തീസസിൻ്റെ കാര്യമൊന്നും മാറ്റി വയ്ക്കണ്ട, പോയിട്ട് വാ. ഇതൊക്കെ ഈ സമയത്ത് പതിവാ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് ചെക്കപ്പ് ചെയ്യാം. അല്ലാതെ പോയാൽ ഞങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമുണ്ട്. എഴുന്നേറ്റേ. നിങ്ങളുടെ ഒരു കാര്യം. കുറച്ച് അനീമിക്കാൻ തോന്നുന്നു. ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യാം. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നാളെ പോവാം. എന്ത് പറയുന്നു? അഡ്മിഷൻ ഒന്നും വേണ്ട ഡോക്ടർ, ഇവർക്ക് ഇന്ന് കൊച്ചിക്ക് പോകാനുള്ള. അങ്ങനെയാണ് പിള്ളേർ പോയിട്ട് വരട്ടെ,
ഒരു ചേഞ്ചിന് ഹോസ്പിറ്റലിൽ ഒരു ദിവസം കഴിഞ്ഞെന്ന് കരുതിയാൽ മതി. നിമ്മേച്ചിക്ക് വയ്യാതെ ഞങ്ങൾ കഴിഞ്ഞ 1 മാസം ശ്രമിച്ചിട്ടാ പ്രൊഫസർ ഇന്ന് വൈകുന്നേരം കാണാനുള്ള പെർമിഷൻ തന്നത്. നിങ്ങൾ പൊക്കോളൂ. ഡോക്ടർ പറഞ്ഞ പോലെ ഞാനിന്ന് ഇവിടെ കൂടിക്കോളാം. നത്തിങ് ടു വറി. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ചെല്ലേ പോയിട്ട് വരാം. ആ അച്ഛനാവെന്ന് പറയുന്നതിൻ്റെ ത്രില്ല് അതൊന്ന് വേറെയല്ലേ? ശരി, എനിക്ക് അമ്മയാകാൻ പറ്റില്ലല്ലോ. എന്താ? 10 മാസം ക്യാരി ചെയ്യുന്നവരല്ലേ അമ്മ എന്ന് വിളിക്കുന്നത്. അതൊക്കെ തന്നെ തോന്നല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിമ്മേച്ചയുടെ തീരുമാനം എന്തായാലും നന്നായി. പ്രഗ്നൻസി പീരീഡ് ഇവിടെ ആക്കിയതേ. അവിടെ ആയിരുന്നെങ്കിൽ എത്ര പേരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടി വന്നേ. ഇതെന്താ? Your baby become more active this month. You have more physical symptoms of pregnancy due to your growing belly. ചുമ്മാ നോക്കി വെച്ചേക്കാം. ബോബി, ഞാനൊന്ന് ചോദിക്കട്ടെ? ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ നീ എന്നെ ഇതുപോലെ കെയർ ചെയ്യുമായിരുന്നോ? അപ്പാ, നിങ്ങളെന്താ വൈകിയേ? കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നടാ. വാ മമ്മി. മോളെ എന്നെ ഉണ്ട് മോളെ. സുഖമായിരിക്കുന്നു. ആ കവർ ശ്രദ്ധിക്ക്. വരൂ. എന്താടാ, ഹാപ്പി അല്ലേ? ഓ, നന്നായി പോന്നു. മോനെ ആടിക്ക് കുറച്ച് സാധനം ഉണ്ടെന്ന് എടുപ്പിക്കാം. എടുപ്പിക്കാം. ചന്ദ്ര, ചന്ദ്ര, ചേച്ചി എവിടെ മോളെ? അകത്തുണ്ട്, വരൂ. ആലിസേ, ഇപ്പൊ എത്രയാ? 6 7? ഇപ്പൊ 7. ആ, ഇരിക്കും. നീ ലീവിലല്ലേ? ആ, അത് നന്നായി. എന്തേത്? ഓ, ഇത് കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളോ? ഗർഭിണികളെ കാണാൻ വരുമ്പോ ചില നാട്ടുകളപ്പൊക്കെ ഉണ്ടേ അല്ലേ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ആരാ ഒരു കൈസഹായത്തിന്? ഒരു ഹൗസ് മെയ്ഡ് ഉണ്ട്.
ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ നബീസ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒരാൾ വേണമല്ലോ മറ്റെല്ലാ കാര്യങ്ങളും നോക്കാൻ. ആ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ആ പെട്ടി ചീഞ്ഞു പോകുന്ന ചില സാധനങ്ങളുണ്ട്, എടുത്ത് ഫ്രിഡ്ജ് വെക്കണേ. ഫ്രിഡ്ജ് വെച്ചാൽ മാത്രം പോരാ, അത് സമയാസമയത്തിന് എടുത്തു കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ കുഞ്ഞാ ഈ വയറ്റി വളരുന്നേ. ആ, നിങ്ങളിപ്പോഴും മുടക്കം? എന്താ ബോബി ഇത്? വന്നു കയറുന്നതിന് മുൻപാണോ തിരികെ പോകുന്ന കാര്യം ചോദിക്കുന്നത്? ഞങ്ങൾ നാളെ തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഹലോ. ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങി. ശരിക്കും ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഉറങ്ങിക്കാണുമല്ലേ? ബോബി ജോലി റിസൈൻ ചെയ്തോ? ആഹാ, അറിഞ്ഞോ? ആര് പറഞ്ഞു? ഉരുണ്ട് കളിക്കണ്ട. ബോബിയുടെ ലാപ്ടോപ്പിൽ മെയിൽ സൈൻ ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ആ, അത് പിന്നെ അമ്മമാരോട് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അമ്മ റിജക്ട് ചെയ്തു. അതാണ് ഞാൻ റിസൈൻ ചെയ്തത്. അത് വേണ്ടായിരുന്നു ബോബി. ഇവിടെ ഞാനും ഇവളും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നല്ലോ. എൻ്റെ നിമ്മിയേച്ചി ലീവ് എക്സ്റ്റൻഷൻ ചോദിച്ചപ്പോൾ അമ്മമാരൊരു ജാട. എന്നാ ബോബിക്ക് എന്നോട് കൂടി ചോദിച്ചിട്ട് പോരായിരുന്നോ? ഒരച്ഛനാവുന്നതിൻ്റെ ത്രില്ല് ഞാനിപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ ഇതൊക്കെ ജന്മത്തൊരിക്കലല്ലേ കിട്ടുള്ളൂ, അല്ലേ നിമ്മേച്ചി? അച്ഛനാന്റെ ത്രില്ല് എനിക്ക് മനസ്സിലാവും. പക്ഷേ 100% തെറ്റ് നിന്റെ ഭാഗത്താ ബോബി. നീ അവളോടൊന്ന് പറയേണ്ടതായിരുന്നു. സോറി നിമ്മേച്ചി. ബോബി, എനിക്കൊരു മോരും വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിനക്ക് വേണോ? എനിക്ക് വേണ്ട. നല്ല മോര? നല്ല മോരാടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാവച്ചൻ്റെ കടയാ. ഞാനും ജോർജ് ചായനും കൂടി വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഒരു മോര് കൂടി പതിവായിരുന്നു. അതെയോ? ചേട്ടാ, 2 മോര് വെള്ളം. ആ ശരി. നിമ്മീസ് എന്തിനാ ഇറങ്ങിയേ? ഞാൻ മോര് വെള്ളം ഇങ്ങോട്ട് എടുപ്പിക്കത്തില്ലായിരുന്നോ? സാരമില്ല ബോബി, ഒന്ന് നടുവ് നിർത്താലോ. ഇതാ മോര്. വാവച്ചനില്ലേ? അച്ചായ മരിച്ചുപോയി. വൈഫിനിരിക്കാൻ കസേര എടുക്കട്ടെ? വേണ്ട ഏട്ടാ. കഴിഞ്ഞോ? ഈ സമയത്തൊക്കെ ഇങ്ങനെ യോഗയൊക്കെ ചെയ്യാവോ? അമ്മയുടെ മനസ്സ് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ഇരിക്കേണ്ടത്
കുഞ്ഞിൻ്റെ മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അതിന് യോഗ പോലൊരു ഔഷധം വേറെ ഉണ്ടോ? നമ്മുടെ ശരീരം വിളക്ക് തിരിയും, ബോധം ദീപനാളവുമാണ്. നമ്മൾ സ്വയം ഒരു ദീപമാവുന്നു. പ്രാർത്ഥനാമുറിയിൽ തിരി കത്തിക്കുന്നത് ഈശ്വരനെ തൃപ്തിപ്പെടുത്താനല്ല, സ്വയം സംതൃപ്തിയുടെയും കൃതജ്ഞതയുടെയും അടയാളമാണ്. ഞാൻ പതുക്കെ പതുക്കെ റെസ്റ്റ് എടുക്കാം. ഗോപി, എനിക്ക് നിന്നോടൊരു അപേക്ഷയുള്ളൂ. ഹന്ന ഇതറിയരുത്. അറിഞ്ഞ നിനക്കറിയാലോ അവളെ. സോ പ്ലീസ് ബോബി. ആകാശമാകും മനസ്സ്, അണുവോളം ചെറുതാകും മനസ്സ്, വസന്താപ പടർത്തും വർഷങ്ങളുലർത്തും ഗ്രീഷ്മതാപമായി ജ്വലിക്കും മനസ്സ്, മാനവ മനസ്സ്. ആയിരം വർണ്ണങ്ങൾ കലർത്തി ആദിത്യനുഷസന്ധ്യ വരയ്ക്കും, ആയിരം വർണ്ണങ്ങൾ കലർത്തി ആദിത്യനുഷസന്ധ്യ വരയ്ക്കും, ഒരു കരിമേഘത്തിൻ ഛായം ആ വർണ്ണചിത്രങ്ങൾ മായ്ക്കും, ഒരു കരിമേഘത്തിൻ ഛായം ആ വർണ്ണചിത്രങ്ങൾ മായ്ക്കും, ബന്ധത്തിൻ രൂപങ്ങൾ മാറും, കഥയറിയാതെ വാഴ്വ്. ആകാശമാകും മനസ്സ്, അണുവോളം ചെറുതാകും മനസ്സ്, വസന്താപ പടർത്തും വർഷങ്ങളുലർത്തും ഗ്രീഷ്മതാപമായി ജ്വലിക്കും മനസ്സ്, മാനവ മനസ്സ്. ആശകൾ പറവകൾ പോലെ ആനന്ദ ദൃശ്യങ്ങൾ പകരും, ആശകൾ പറവകൾ പോലെ
ആനന്ദ ദൃശ്യങ്ങൾ പകരും. മിഴിപൂട്ടി വീണ്ടും തുറന്നാൽ അവയെല്ലാം ചിറകടിച്ചകലും. മിഴിപൂട്ടി വീണ്ടും തുറന്നാൽ അവയെല്ലാം ചിറകടിച്ചകലും. ബന്ധങ്ങൾ ബന്ധനമാകും. വഴിയറിയാതെ ഈ വാഴ്വ് ആകാശമാകും മനസ്സ്. അണുവോളം ചെറുതാകും മനസ്സ്. വസന്താപ പടർത്തും വർഷങ്ങളുലർത്തും ഗ്രീഷ്മതാപമായി ജ്വലിക്കും മനസ്സ്. മാനവ മനസ്സ്. Do not think that you can make me a fool. എന്താ മനസ്സിലായില്ലേ? നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. Are you mad? It's my right to know your relationship with her. എനിക്കറിയണം. മോളെ എന്താ ഇത്? ലോകത്തൊരു അമ്മ സ്വന്തം മകളുടെ ഭർത്താവിനോട് ഇങ്ങനെ കാണിക്കില്ല. മോളെ I hate you. മോളെ I hate you. നിനക്കറിയണോ വാട്ട് ഡിഡ് ദാറ്റ് വുമൺ ഹൈഡ് ഫ്രം യു? നിനക്കറിയണോ അവരെൻ്റെ ആരാന്ന്? ഏതൊരമ്മയും മകൾക്ക് ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്ര നന്മയുള്ളവൻ എൻ്റെ വയറ്റിൽ പിറക്കാതെ പോയ മോൻ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചു. നിങ്ങൾ കൊച്ചിയിലേക്ക് പോയ ദിവസം ഡോക്ടർ റോയ് വർഗീസ് എനിക്ക് പരിശോധനകൾ നടത്തിയിരുന്നു. വാട്ട് അബൌട്ട് ഹന്ന? അവള് ഹാപ്പിയാണ്. അമ്മയാകാൻ പോകുന്ന ത്രില്ലിലായിരിക്കും അല്ലേ? അതെ. ഐ തിങ്ക് നിമ്മി ടെൻഷനിലാണ്. എന്തിന്? സ്കാൻ ചെയ്യാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാമല്ലോ.
അതിനോ പിന്നെ ബ്ലീഡിംഗ് ഉണ്ടായത് ചിലർക്ക് ഈ സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്, വളരെ മൈൽഡായിട്ട്. ഇരിക്കും ഡോക്ടർ. ഇങ്ങോട്ട് കിടന്നോളൂ, അങ്ങോട്ട്. കുറച്ച് ഇറങ്ങി ഇങ്ങോട്ട്. കൈ നേരെ വെച്ചു. നിമ്മി ജോർജ്, എമർജൻസിയാണ്. നിമ്മി വിളിക്കൂ. ശരി. നിമ്മി വരൂ. വരൂ, ഇരിക്കൂ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ചെറിയൊരു പ്രശ്നമുണ്ട്. പറഞ്ഞോളൂ ഡോക്ടർ. ഹന്നയുടേത് സിസേറിനായിരുന്നു അല്ലേ? അതെ. അന്നുണ്ടായിരുന്ന സ്കാർ സ്റ്റിൽ ഹാവ്. പ്ലാസൻ്റയുടെ ഗ്രോത്ത് അതിൻ്റെ മുകളിലാണ്. എനി ഇഷ്യൂസ്? അത് ഗർഭപാത്രത്തിന് പുറത്തേക്ക് വളരാൻ സാധ്യതയുണ്ട്. പ്ലാസൻ്റ പ്രക്രീറ്റ എന്ന് പറയും. ഇറ്റ്സ് ഡേഞ്ചറസ്. കുഞ്ഞിനെന്തെങ്കിലും റിസ്ക് ഉണ്ട്. അതിനേക്കാൾ യുവർ ലൈഫ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ദാറ്റ്. ബെറ്റർ ടു ടെർമിനേറ്റ്. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നോ ഡോക്ടർ, ഞാൻ ചെയ്യില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ഫസ്റ്റ് ഈസ് യുവർ ഏജ്, ദെൻ റെയർ ബ്ലഡ് ഗ്രൂപ്പ്. സർജറി സമയത്ത് ഹെവി ബ്ലീഡിംഗ് വരെ ഉണ്ടാവാം. എനിക്കെന്ത് സംഭവിച്ചോട്ടെ, ഞാൻ അബോർട്ട് ചെയ്യില്ല. എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാൻ തളർന്നു വീണോളാം. ബി പ്രാക്ടിക്കൽ. യുവർ ഡോട്ടർ ഈസ് യങ്. അവൾക്ക് വേണ്ടി നമുക്ക് മറ്റൊരാളെ കണ്ടെത്തിയ പോരെ? പറ്റില്ല ഡോക്ടർ. ഡോക്ടർക്കറിയില്ല എൻ്റെ സന്തോഷം. മോളും മരുമോനും ഈ കുഞ്ഞിനെയും കാത്തിരിക്കുക. ഒരു നിമിഷം കൊണ്ടെല്ലാം ഇല്ലാതായ അവരത് സഹിക്കില്ല, തകർന്നു പോവും. പ്രപഞ്ചത്തെ സാക്ഷിയാക്കി ഞാൻ പറയുക, എനിക്കൊന്നും സംഭവിക്കില്ല. ഡോക്ടർ പ്ലീസ്, കുട്ടികളോട് ഇപ്പം ഈ കാര്യം പറയണ്ട. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, വെയിറ്റിംഗ് ഏരിയ പോയിരിക്കേ.
എന്താടാ മോനെ പെൺകുഞ്ഞ പെൺകുഞ്ഞ് ഈശോ കുഞ്ഞിനെ കണ്ടോ? ഇല്ല, അരമണിക്കൂറിനുള്ളിൽ കാണിക്കാന്ന് പറഞ്ഞു. ആ അപ്പം ജയിക്കേ മോളെ. Baby of Nimi George. വാവുകുട്ടി വാ വാവുകുട്ടി ചക്കരേ ഉമ്മ. അപ്പം എൻ്റെ ഒരു ചായ ഇല്ലേ? എന്നോളൂ. സിസ്റ്റർ നിമ്മിയേച്ചി കണ്ടീഷൻ ഡോക്ടർ പറയും. ഡോക്ടർ, അമ്മ യഥാർത്ഥത്തിൽ അന്ന് മരിച്ചത് ഞാനായിരുന്നു. എൻ്റെ അമ്മയുടെ മനസ്സ് ഞാൻ അറിയാതെ പോയി. എനിക്കെൻ്റെ അമ്മയോട് മാപ്പ് ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല. കരുണയോട് കൂടിയ ധൈര്യം, മൂല്യങ്ങളോട് കൂടിയ സമൃദ്ധി, ദർശനത്തോട് കൂടിയ ജ്ഞാനം, ഈ 3 ഗുണങ്ങൾ ആന്തരിക ശക്തിയോടൊപ്പം ഓരോ സ്ത്രീയിലും വേണ്ടോളമുണ്ട്. ഏറ്റവും ഉദാത്തമായ സാമൂഹിക പരിണാമത്തിൻ്റെ വിത്ത് അവളിലാണെന്നുള്ളതെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. ഇന്നും എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എൻ്റെ അമ്മയാണ്. മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചതും എൻ്റെ അമ്മ തന്നെയാണ്. സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു. എൻ്റെ അമ്മ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ച 5 കാര്യങ്ങളാണ് എന്നെ ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. പ്രസന്റ് മൊമെന്റ് is inevitable. Opposite values are complementary. Do not find intention behind others' mistakes. Don't be a football to others' opinion. Accept the situation as it is. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എന്നെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ആദരിക്കാൻ സന്മനസ് കാട്ടിയ സിറിയൻ ജാക്കോബൈറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിനും ഗുരുക്കന്മാർക്കും സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ അവാർഡ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നീ പാടുവാൻ അമ്മ താരാട്ടൊരുക്കി, പൂമയിലെ കുഞ്ഞു കൂടുന്നൊരുക്കി. നീ പാടുവാൻ അമ്മ താരാട്ടൊരുക്കി, പൂമയിലെ കുഞ്ഞു കൂടുന്നൊരുക്കി. വീണ്ടും എന്നുള്ളിൽ ഉയിരിട്ടൊരുങ്ങി
കണ്ണുകൾ കാൺമതോ കാതുകൾ കേൾപ്പതോ കരളിൽ നിറയ്പ്പതോ സത്യമേത് കണ്ണുകൾ കാൺമതോ കാതുകൾ കേൾപ്പതോ കരളിൽ നിറയ്പ്പതോ സത്യമേത് കണ്ണീരാൽ ഞാനെത്ര കഴുകിയ പാദങ്ങൾ കണ്ട ദൈവമേ മാപ്പു നൽകൂ ആരാരിരോ ആരീരാ